അനന്തമായ ഈ പ്രപഞ്ചത്തിൽ തെളിഞ്ഞു നിൽക്കുന്ന കോടിക്കണക്കിന് നക്ഷത്രങ്ങളെ വലംബിച്ചുകൊണ്ടേയിരിക്കുന്ന കോടാനുകോടി ഗ്രഹങ്ങളിൽ ഭൂമിയിലെ പോലെ തന്നെ ജലവും മണ്ണും പച്ചപ്പും ജീവവായുവും എല്ലാമുള്ള വാസയോഗ്യമായ മറ്റേതെങ്കിലും ലോകങ്ങളുണ്ടാകുമോ? ഈ പ്രപഞ്ചത്തിൽ നമ്മൾ ഒറ്റയ്ക്കാണോ എന്ന് അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങൾ ഏറെയായി. ആകാശഗംഗയ്ക്കുള്ളിലുള്ള അനേകം നക്ഷത്രങ്ങൾക്കിടയിലൂടെ നമ്മൾ ഈ അന്വേഷണം ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. നാളിതുവരെ നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത് 5800-ലും അധികം അന്യഗ്രഹങ്ങളെയാണ്. ഇവയിൽ ധാരാളം ഭൂമികളുണ്ട്. അതായത് ഭൂമിയെപ്പോലെ തന്നെ ജീവൻ നിലനിൽക്കുവാൻ സാധ്യതയുള്ള മറ്റനേകം ലോകങ്ങൾ. നമ്മൾ കണ്ടെത്തിയ ഈ പുതിയ ഭൂമികൾക്കുള്ളിൽ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകളാണുള്ളത്. ഇതെല്ലാം നമ്മൾ കാണാൻ പോവുകയാണ്. നമ്മുടെ ഭൂമിയടക്കം സൗരയൂഥത്തിലെ 8 ഗ്രഹങ്ങളും അവയുടെ ഉപഗ്രഹങ്ങളും ചിഹ്നഗ്രഹങ്ങളും ഉൽക്കകളും വാൽനക്ഷത്രങ്ങളും പൊടിപടലങ്ങളും അങ്ങനെ സൗരയൂഥത്തിലെ സകല വസ്തുക്കളും നമ്മിൽ നിന്നും ഏകദേശം 15 കോടി കിലോമീറ്ററുകൾ അകലെ സ്ഥിതി ചെയ്യുന്ന 15 ലക്ഷം കിലോമീറ്ററോളം വ്യാസമുള്ള ഒരു മഞ്ഞക്കുള്ളൻ നക്ഷത്രമായ സൂര്യനെയാണ് വലംബിക്കുന്നത്. എന്നാൽ ആ യാഥാർത്ഥ്യം ലോകം അംഗീകരിക്കുവാൻ ഒരുപാട് സമയമെടുത്തു. ഭൂമി സൂര്യനെയാണ് വലംബിക്കുന്നത് എന്ന സത്യം തുറന്നു പറഞ്ഞതിൻ്റെ പേരിൽ പലരെയും അന്നത്തെ സമൂഹം ക്രൂരമായ വധശിക്ഷയ്ക്ക് വിധേയരാക്കി. അന്നത്തെ അവരുടെ വിശ്വാസം ഭൂമിയാണ് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം എന്നായിരുന്നു. എന്നാൽ പിന്നീട് ശാസ്ത്രം വളരുന്നതിനോടനുസരിച്ച് ഓരോ പ്രപഞ്ച സത്യവും മനുഷ്യൻ തിരിച്ചറിഞ്ഞു. സൂര്യൻ ഭൂമിയല്ല, ഭൂമിയും മറ്റു ഗ്രഹങ്ങളും സൗരയൂഥത്തിലെ സകല വസ്തുക്കളും സൂര്യനെയാണ് വലംബിക്കുന്നത് എന്ന് മനസ്സിലായി. എന്നാൽ സൂര്യനും ഗ്രഹങ്ങളും മാത്രമായിരുന്നു പ്രപഞ്ചം എന്നാണ് അന്ന് അവൻ മനസ്സിലാക്കിയിരുന്നത്. പ്രപഞ്ചത്തെക്കുറിച്ച് അറിയുന്നതിനുള്ള മനുഷ്യൻ്റെ ജിജ്ഞാസ അവനെ സൗരയൂഥത്തിൻ്റെ പുറത്തേക്ക് നോക്കാൻ പ്രേരിപ്പിച്ചു. അങ്ങനെ നമുക്ക് മനസ്സിലായി, സൂര്യനെപ്പോലെയും സൂര്യനേക്കാൾ ചെറുതും വലുതുമായ 40,000 കോടിയോളം നക്ഷത്രങ്ങളും അതിൻ്റെ 10 മടങ്ങിരട്ടി ഗ്രഹങ്ങളും മറ്റു ബഹിരാകാശ വസ്തുക്കളും എല്ലാം നിറഞ്ഞ മിൽക്കി വേ എന്ന ഗാലക്സിയിലെ വളരെ ചെറിയൊരു ഭാഗം മാത്രമാണ് നമ്മുടെ സൗരയൂഥമെന്ന്. മാത്രമല്ല, ഈ ദൃശ്യപ്രപഞ്ചത്തിൽ ഇതുപോലെ ഏകദേശം 2 ട്രില്യണിലും കൂടുതൽ ഗാലക്സികൾ ഉണ്ട് എന്നും മനസ്സിലായി. അത്രമാത്രം വലുതാണ് നമ്മുടെ പ്രപഞ്ചം. വിശാലമായ ഈ പ്രപഞ്ചത്തിൽ നമ്മൾ ഒറ്റയ്ക്കാണോ? ട്രില്യൺ കണക്കിന് ഗാലക്സികളുള്ള ഈ പ്രപഞ്ചത്തിൽ ഭൂമിയിൽ മാത്രമാണോ ജീവനുള്ളത്? ഒരിക്കലുമല്ല. പ്രപഞ്ചത്തിൽ നമ്മുടെ ഭൂമിയെപ്പോലെ തന്നെ ജീവനുള്ള കോടാനുകോടി ഭൂമികളുണ്ടാകും. ആ ഭൂമികളെ തേടിയുള്ള നമ്മുടെ അന്വേഷണങ്ങൾ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി. ഭൂമിയിലും ഭൂമിക്ക് പുറത്ത് ബഹിരാകാശത്തും സ്ഥാപിച്ചിട്ടുള്ള ദൂരദർശിനികളുടെ സഹായത്തോടെ നമ്മൾ ആ അന്വേഷണം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ അന്വേഷണങ്ങളിൽ നാളിതുവരെ നമ്മൾ 5876 ഗ്രഹങ്ങളെയും 4367 ഗ്രഹവ്യവസ്ഥകളെയും കണ്ടെത്തിയിട്ടുണ്ട്. ഇവയിൽ ചുട്ടുപഴുത്ത് കിടക്കുന്ന ഗ്രഹങ്ങളും തണുത്തുറഞ്ഞ ഗ്രഹങ്ങളും ഉപരിതലമില്ലാതെ വാതകം നിറഞ്ഞു കിടക്കുന്ന ഗ്രഹങ്ങളും ഭൂമിയെപ്പോലെ തന്നെ ഉപരിതലമുള്ള ഭൂമിക്ക് സമാനമായ ഗ്രഹങ്ങളുമുണ്ട്. ഒരന്യഗ്രഹത്തെ ഭൂമിക്ക് സമാനമായ ഗ്രഹമാണ് എന്ന് എങ്ങനെ മനസ്സിലാക്കും എന്നതിനെക്കുറിച്ച് ഇതിനു മുൻപ് പല വീഡിയോകളിലും സംസാരിച്ചിട്ടുണ്ട്. ഭൂമിക്ക് സമാനമായ ഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നക്ഷത്രത്തിൻ്റെ ഹാബിറ്റബിൾ സോൺ അഥവാ വാസയോഗ്യമായ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന പാറക്കെട്ടുകൾ നിറഞ്ഞ റോക്കി പ്ലാനറ്റാണ്. നക്ഷത്രത്തിൻ്റെ ഹാബിറ്റബിൾ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രഹങ്ങളിൽ ജലത്തിന് ദ്രാവക രൂപത്തിൽ നിലനിൽക്കുവാൻ സാധിക്കും. അത്തരം ഗ്രഹങ്ങളിൽ ജീവൻ നിലനിൽക്കാനുള്ള സാധ്യതകളും ഏറെയാണ്. പക്ഷേ നാളിതുവരെ നമ്മൾ കണ്ടെത്തിയ അന്യഗ്രഹങ്ങളിൽ ഒന്നിൽ പോലും ജീവനുള്ളതിൻ്റെ വ്യക്തമായ തെളിവുകൾ കണ്ടെത്തുവാൻ നമുക്ക് സാധിച്ചിട്ടേയില്ല. ഈ കഴിഞ്ഞ ദിവസം നേരത്തെ കണ്ടെത്തിയിരുന്ന ഒരു അന്യഗ്രഹത്തിൽ അന്യഗ്രഹ ജീവികൾ ഉള്ളതിൻ്റെ വ്യക്തമായ തെളിവുകൾ നമുക്ക് ലഭിച്ചു. 2015 കെപ്ലർ സ്പേസ് ടെലസ്കോപ്പ് ഭൂമിയിൽ നിന്നും ഏകദേശം 124 പ്രകാശവർഷങ്ങൾക്ക് അകലെ സ്ഥിതി ചെയ്യുന്ന ഒരു പുതിയ ഗ്രഹത്തെ കണ്ടെത്തി. K2-18b എന്നാണ് ആ ഗ്രഹത്തിന് നൽകിയിരിക്കുന്ന പേര്. ഇത് ജീവൻ നിലനിൽക്കുവാൻ സാധ്യതയുള്ള ഗ്രഹമാണ് എന്ന് ആദ്യം തന്നെ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ
കണ്ടെത്തിയ നാളു മുതൽ ശാസ്ത്രലോകം ഇതിനെക്കുറിച്ച് നിരന്തരം നിരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഗ്രഹത്തെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പാണ്. ഇതിലൂടെ പല പുതിയ കണ്ടെത്തലുകളും നടത്തുവാൻ സാധിച്ചു. ഭൂമിയിലെ ജീവൻ്റെ പ്രധാന ഘടകമായ മീഥെയ്നെ കണ്ടെത്തി. കൂടാതെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ സാന്നിധ്യവും സമുദ്രത്തിലെ ജീവജാലങ്ങൾ കാരണം ഭൂമിയിലുണ്ടാകുന്ന ഡൈ മീഥൈൻ സൾഫൈഡിനെയും കണ്ടെത്തി. ഈ ഗ്രഹത്തിൻ്റെ എർത്ത് സിമുലാരിറ്റി ഇൻഡെക്സ് അഥവാ ESI വാല്യൂ കണക്കാക്കുന്നത് 0.73 എന്നാണ്. അതായത് K2-18b എന്ന ഗ്രഹം ഭൂമിയുമായി 73% സാമ്യമുണ്ട്. ഈ ഗ്രഹം സ്ഥിതി ചെയ്യുന്നത് ഭൂമിയിൽ നിന്നും 124 പ്രകാശവർഷങ്ങൾക്ക് അകലെയുള്ള K2-18 എന്ന റെഡ് ഡ്വാർഫ് അഥവാ ചുവന്ന കുള്ളൻ നക്ഷത്രത്തിൻ്റെ സമീപത്താണ്. മറ്റ് നക്ഷത്രങ്ങളുമായി താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ വലിപ്പവും പ്രകാശ തീവ്രതയും താപനിലയുമെല്ലാം വളരെയേറെ കുറഞ്ഞ നക്ഷത്രങ്ങളാണ് റെഡ് ഡ്വാർഫുകൾ. നമ്മുടെ നക്ഷത്രമായ സൂര്യനുമായി താരതമ്യപ്പെടുത്തി നോക്കിയാൽ K2-18 സൂര്യൻ്റെ പകുതി വലിപ്പവും മാസവും മാത്രമേ ഉള്ളൂ. ശരാശരി താപനില 3000 ഡിഗ്രി സെൽഷ്യസാണ്. 40,000 കോടി നക്ഷത്രങ്ങളുള്ള നമ്മുടെ ഗാലക്സിയിൽ കൂടുതലുമുള്ളത് ഇതുപോലുള്ള ചെറിയ റെഡ് ഡ്വാർഫ് നക്ഷത്രങ്ങൾ തന്നെയാണ്. ഈ നക്ഷത്രത്തിൻ്റെ ചുറ്റിലുമായി 2 ഗ്രഹങ്ങൾ നക്ഷത്രത്തെ വലം വയ്ക്കുന്നുണ്ട് എന്ന് നമ്മൾ കണ്ടെത്തി. K2-18b എന്നും K2-18c എന്നും പേര് നൽകിയിരിക്കുന്ന ഗ്രഹങ്ങൾ. നക്ഷത്രത്തിൻ്റെ ഹാബിറ്റബിൾ സോണിലാണ് K2-18b സ്ഥിതി ചെയ്യുന്നത്. അതായത് ഭൂമിയിൽ ജലം ദ്രാവക രൂപത്തിൽ നിലനിൽക്കുന്നത് പോലെ തന്നെ ഈ ഗ്രഹത്തിലും ജലത്തിന് ദ്രാവക രൂപത്തിൽ നിലനിൽക്കുവാൻ സാധിക്കും. റെഡ് ഡ്വാർഫുകളുടെ താപനില വളരെ കുറവായതുകൊണ്ട് തന്നെ അതിനു ചുറ്റിലുമുള്ള ഹാബിറ്റബിൾ സോൺ നക്ഷത്രത്തിൻ്റെ തൊട്ട് സമീപത്തായിരിക്കും. K2-18b എന്ന ഗ്രഹം നക്ഷത്രത്തിൽ നിന്നും വെറും 0.14 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് അകലത്തിലൂടെയാണ് നക്ഷത്രത്തെ വലം വയ്ക്കുന്നത്. അതായത് ഭൂമിയും സൂര്യനും തമ്മിലുള്ള ദൂരത്തിൻ്റെ 10 ദൂരം. എന്നാൽ നമ്മൾ കണ്ടെത്തിയിരിക്കുന്ന മറ്റ് റെഡ് ഡ്വാർഫ് നക്ഷത്രങ്ങളെ വലം വയ്ക്കുന്ന ഗ്രഹങ്ങളുമായി താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ അവയെക്കാളുമെല്ലാം അകലത്തിലൂടെയാണ് K2-18b നക്ഷത്രത്തെ വലം വയ്ക്കുന്നത്. ഇതിന് ഒരു തവണ നക്ഷത്രത്തെ വലം വെച്ച് തീർക്കുവാൻ ഏകദേശം 33 ഭൗമ ദിനങ്ങളാണ് വേണ്ടിവരിക. അതായത് K2-18b എന്ന ഗ്രഹത്തിൻ്റെ ഒരു വർഷം 33 ദിനങ്ങൾ മാത്രമാണ്. വലിപ്പം വെച്ച് നോക്കുമ്പോൾ K2-18b എന്ന ഗ്രഹവും നമ്മുടെ ഭൂമിയേക്കാൾ ഒരുപാട് വലിപ്പം കൂടിയ ഒരു സൂപ്പർ എർത്ത് ഗ്രഹമാണ്. അതായത് ഭൂമിയുടെ 9 മടങ്ങിലും കൂടുതൽ മാസം 3 മടങ്ങ് വലിപ്പവുമുള്ള ഗ്രഹം. ഗ്രഹത്തെ കണ്ടെത്തിയ അന്ന് മുതൽ നടത്തിയ നിരീക്ഷണങ്ങളുടെ ഫലമായി 2019 ഹബിൾ സ്പേസ് ടെലസ്കോപ്പ് നടത്തിയ പഠനങ്ങളിൽ ഗ്രഹത്തിൻ്റെ അന്തരീക്ഷത്തിൽ ജലത്തിൻ്റെ സാന്നിധ്യം കണ്ടെത്തി. അതായത് സൗരയൂഥത്തിലെ ഗ്രഹങ്ങളുടെ അന്തരീക്ഷത്തിൽ ഉള്ളതിനേക്കാളും കൂടുതൽ ജലം. പിന്നീട് നടത്തിയ നിരീക്ഷണങ്ങളിൽ ഗ്രഹത്തിൻ്റെ അന്തരീക്ഷത്തിൽ കൂടിയ അളവിൽ ഹൈഡ്രജൻ ഉണ്ട് എന്നും കണ്ടെത്തി. ഈ ഗ്രഹത്തിന് ഹൈഡ്രജനാൽ നിർമ്മിതമായ കട്ടിയേറിയ അന്തരീക്ഷമാണുള്ളത്. ഭൂമിയേക്കാളും 9 മടങ്ങ് മാസുള്ള K2-18b എന്ന ഈ ഗ്രഹത്തിൻ്റെ മുഴുവൻ മാസിൻ്റെ 6% ഗ്രഹത്തിൻ്റെ അന്തരീക്ഷത്തിൻ്റെ മാത്രം മാസാണ്. ഈ ഗ്രഹത്തിൻ്റെ പ്രത്യേകതകളെല്ലാം വെച്ച് ശാസ്ത്രജ്ഞന്മാർ K2-18b എന്ന ഗ്രഹത്തിൻ്റെ ഭൂമി പോലുള്ള ടെറസ്ട്രിയൽ പ്ലാനറ്റുകൾക്കും വ്യാഴത്തെ പോലുള്ള ഗ്യാസ് ജെയിൻ്റ് പ്ലാനറ്റുകൾക്കും ഇടയിലുള്ള മറ്റൊരു വിഭാഗം ഗ്രഹമായിട്ടാണ് കണക്കാക്കുന്നത്. അത്തരം പ്ലാനറ്റുകളെ ഹൈഷ്യൻ പ്ലാനറ്റുകൾ എന്നാണ് വിളിക്കുന്നത്. അതായത് K2-18b എന്ന ഗ്രഹം ഒരു ഹൈഷ്യൻ പ്ലാനറ്റാണ്. ഇത്തരം ഗ്രഹങ്ങളുടെ അന്തരീക്ഷത്തിൽ ധാരാളമായി ഹൈഡ്രജൻ അടങ്ങിയിട്ടുണ്ട്. കൂടാതെ ഗ്രഹത്തിൻ്റെ ഉപരിതലത്തിൽ ധാരാളമായി ജലം നിറഞ്ഞു കിടക്കുന്ന സമുദ്രങ്ങളുമുണ്ട്. എന്നാൽ ഈ ഗ്രഹത്തിൽ നിലനിൽക്കുന്ന ജലം സൂപ്പർ ക്രിട്ടിക്കൽ സ്റ്റേറ്റിലായിരിക്കും നിലനിൽക്കുക. അതായത് ഉയർന്ന സമ്മർദ്ദവും താപനിലയും മൂലം ജലം നീരാവി പോലെ ആയിരിക്കും. ഈ കഴിഞ്ഞ വർഷം ആസ്ട്രോഫിസിക്കൽ ജേണൽ ലെറ്റേഴ്സിൽ ഈ ഗ്രഹവുമായി സംബന്ധിച്ച് ഒരു പ്രബന്ധം പ്രസിദ്ധീകരിച്ചിരുന്നു. അതായത് മാസങ്ങൾക്ക് മുമ്പ് ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പ് K2-18b എന്ന ഗ്രഹത്തിൽ നിന്നും ചിത്രീകരിച്ച സ്പെക്ട്രോസ്കോപ്പിക് ഡേറ്റകളെ അടിസ്ഥാനപ്പെടുത്തി ഇറക്കിയ പ്രബന്ധം. ഈ കഴിഞ്ഞ നാളുകളിൽ ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പ് അന്യഗ്രഹ ജീവികളുടെ സാന്നിധ്യം ഉറപ്പാക്കുന്ന തരത്തിൽ നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ധാരാളം കണ്ടെത്തലുകൾ നടത്തിയിരുന്നു. ഗ്രഹത്തിൻ്റെ അന്തരീക്ഷത്തിൽ ഭൂമിയിൽ ജീവൻ നിലനിൽക്കുന്നതിൻ്റെ പ്രധാന ഘടകങ്ങളായ മീഥൈൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും വലിയ തോതിലുള്ള അളവ് കണ്ടെത്തി. ഹരിതഗ്രഹ വാതകങ്ങൾ എന്നാണ് ഇവയെ നമ്മൾ വിളിക്കുന്നത്. അതായത് ഭൂമിയിൽ ജീവജാലങ്ങളെ നിലനിർത്തുന്നതിനാവശ്യമായ
സൂര്യൻ്റെ ഊർജത്തെ ഭൂമിയിൽ തങ്ങി നിർത്തുന്ന വാതകങ്ങളാണിവ. ഇതേ ഹരിതഗ്രഹ വാതകങ്ങൾ തന്നെയാണ് വലിയ തോതിൽ K2-18b എന്ന ഗ്രഹത്തിൻ്റെ അന്തരീക്ഷത്തിലും കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷേ ജീവനില്ലാത്ത സൗരയൂഥത്തിലെ പല ഗ്രഹങ്ങളിലും ഇതേ വാതകമുണ്ട്. എന്നാൽ നമ്മെ അത്ഭുതപ്പെടുത്തുന്നത് മറ്റൊരു വാതകത്തിൻ്റെ കണ്ടെത്തലാണ്, ഡൈമീഥൈൻ സൾഫൈഡ്. ഭൂമിയിലെ ഫ്ലൈറ്റോപ്ലാന്റൻ പോലുള്ള അതിസൂക്ഷ്മ സമുദ്രജീവികളുടെ പ്രവർത്തനം മൂലം മാത്രമാണ് സൾഫർ ഡൈമീഥൈൻ സൾഫൈഡായി മാറുന്നത്. അതുകൊണ്ട് ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പ് നടത്തിയ ഈ വലിയ കണ്ടുപിടുത്തമാണ് K2-18b എന്ന ഈ അന്യഗ്രഹത്തിനുള്ളിൽ ജീവജാലങ്ങൾ ഉള്ളതിൻ്റെ എല്ലാ സാധ്യതകളും നമുക്ക് മനസ്സിലാക്കി തരുന്നത്. നാളിതുവരെ നമ്മൾ നടത്തിയ ഒരു കണ്ടുപിടുത്തത്തിലും നിരീക്ഷണങ്ങളിലും ജീവൻ്റെ ഇത്ര വലിയ സാധ്യതകൾ മനസ്സിലാക്കുവാൻ നമുക്ക് സാധിച്ചിട്ടേയില്ല. സൗരയൂഥത്തിന് പുറത്ത് ഭൂമിയിലേതുപോലെ തന്നെ ജീവൻ നിലനിൽക്കുന്നുണ്ടോ എന്ന നമ്മുടെ അന്വേഷണങ്ങൾക്കിടയിൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ടെത്തി മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഇവയെല്ലാം. എന്നാൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അന്യഗ്രഹ ജീവനുമായി ബന്ധപ്പെട്ട് ഇന്നേ വരെ കണ്ടെത്തിയതിൽ ഏറ്റവും ശക്തമായ തെളിവുകൾ കണ്ടെത്തിയിരിക്കുകയാണ് ഗവേഷകർ. K2-18b എന്ന ഈ ഗ്രഹത്തിൻ്റെ അന്തരീക്ഷത്തെക്കുറിച്ച് പഠിക്കുന്ന കേംബ്രിഡ്ജ് സർവകലാശാലയിലെ ഇന്ത്യൻ വംശജനായ നിക്കു മധുസൂദനൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഭൂമിയിലെ ജീവനിൽ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന തന്മാത്രകളുടെ ലക്ഷണങ്ങൾ കണ്ടെത്തിയത്. ഇത് രണ്ടാം തവണയാണ് ജെയിംസ് വെബ് ദൂരദർശിനിയുടെ സഹായത്തോടെ ഈ ഗ്രഹത്തിൻ്റെ അന്തരീക്ഷത്തിൽ നിന്നും ജീവനുമായി ബന്ധപ്പെട്ട രാസവസ്തുക്കളെ കണ്ടെത്തുന്നത്. K2-18bയിൽ ജീവൻ നിലനിൽക്കുവാൻ സാധ്യതയുള്ളതിൻ്റെ ഏറ്റവും ശക്തമായ തെളിവുകളാണ് ഇത് എന്ന് നിക്കു മധുസൂദനൻ BBC-യോട് പറഞ്ഞു. ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പിൽ ഘടിപ്പിച്ചിരിക്കുന്ന നിയർ ഇൻഫ്രാറെഡ് ഇമേജർ അടക്കമുള്ള 3 സുപ്രധാന ഉപകരണങ്ങൾ ഉപയോഗിച്ചാണ് ഗ്രഹത്തിൻ്റെ അന്തരീക്ഷം വിശകലനം നടത്തിയത്. ഈ ഗ്രഹം വലം വെച്ചുകൊണ്ടിരിക്കുന്ന ചുവന്ന കുള്ളൻ സൂര്യൻ്റെ പ്രകാശത്തിൻ്റെ സഹായത്തോടെ ഗ്രഹത്തിൻ്റെ അന്തരീക്ഷത്തിലെ രാസസംയുക്തങ്ങൾ വിശകലനം ചെയ്തു. ഈ വിശകലനത്തിൽ നിന്നുമാണ് ഡൈമീഥൈൻ സൾഫൈഡ് എന്ന DMS, ഡൈമീഥൈൻ ഡൈസൾഫൈഡ് എന്ന DMDS എന്നീ സവിശേഷകരമായ 2 വാതകങ്ങളെ കണ്ടെത്തിയത്. സവിശേഷകരമായ വാതകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഭൂമിയിൽ മറൈൻ ഫ്ലൈറ്റോപ്ലാന്റണും ബാക്ടീരിയകളുമാണ് ഈ വാതകം ഉൽപ്പാദിപ്പിക്കുന്നത്. ഭൂമിയിലേതിനേക്കാൾ വളരെ കൂടിയ അളവിൽ K2-18b എന്ന ഗ്രഹത്തിൽ ഈ വാതകങ്ങളുടെ സാന്നിധ്യമുണ്ട് എന്ന് നിക്കു മധുസൂദനൻ കണ്ടെത്തി. അതുകൊണ്ട് തന്നെ ഗ്രഹത്തിൽ നിറയെ ജീവജാലങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇന്ത്യൻ ബ്രിട്ടീഷ് ജ്യോതിശാസ്ത്രജ്ഞനാണ് ഡോക്ടർ നിക്കു മധുസൂദനൻ. കേംബ്രിഡ്ജ് സർവകലാശാലയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോണമിയിൽ ജ്യോതിശാസ്ത്ര എക്സോ പ്ലാനറ്ററിംഗ് സർവീസ് പ്രൊഫസറാണ് അദ്ദേഹം. K2-18b എന്ന ഈ പുതിയ ഭൂമിയെക്കുറിച്ച് ഇനിയും വിശദമായി പഠനങ്ങൾ നടത്തും. ജീവൻ്റെ സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടുന്ന തെളിവുകൾ കൂടുതൽ പഠന വിധേയമാക്കും. അങ്ങനെ അധികം താമസിയാതെ തന്നെ ഈ ഗ്രഹത്തിനുള്ളിലുള്ള ജീവജാലങ്ങളെ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കട്ടെ. ഈ വിശാലമായ പ്രപഞ്ചത്തിൽ നമ്മൾ ഒറ്റയ്ക്കാണോ എന്ന ചോദ്യത്തിന് ഈ പ്രപഞ്ചത്തിൽ നമ്മൾ മാത്രമല്ല എന്ന ഉത്തരത്തിലേക്കുള്ള ആദ്യത്തെ ചവിട്ടുപടിയാണ് K2-18b എന്ന ഈ ഗ്രഹത്തിൽ കണ്ടെത്തിയ ജീവൻ്റെ തെളിവുകൾ. 2009 മെയ് മാസം നാസയുടെ കെപ്ലർ ബഹിരാകാശ ദൂരദർശിനി ആദ്യമായി ഭൂമിയിൽ നിന്നും ഏകദേശം 640 പ്രകാശവർഷങ്ങൾ അഥവാ 200 പാർസക് ദൂരമകലെ സിഗ്നസ് നക്ഷത്ര സമൂഹത്തിൽ അവിശ്വസനീയമായൊരു കാഴ്ച കണ്ടു. 2011 ഡിസംബർ മാസം അത് സ്ഥിരീകരിക്കുകയും ചെയ്തു. സൂര്യന് സമമായ കെപ്ലർ 22 എന്ന് പേര് നൽകിയിരിക്കുന്ന ഒരു നക്ഷത്രത്തിൻ്റെ ഹാബിറ്റബിൾ മേഖല അഥവാ വാസയോഗ്യമായ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രഹം. സൂര്യന് സമാനമായൊരു നക്ഷത്രത്തിൻ്റെ വാസയോഗ്യമായ മേഖലയ്ക്കുള്ളിലൂടെ പരിക്രമണം ചെയ്യുന്ന ആദ്യത്തെ അറിയപ്പെടുന്ന ഗ്രഹമാണിത്, കെപ്ലർ 22b. കെപ്ലർ 22 എന്നത് നമ്മുടെ സൂര്യനെ പോലുള്ളൊരു നക്ഷത്രമാണ്. സിഗ്നസ് രാശിയിൽ സ്ഥിതി ചെയ്യുന്ന G ടൈപ്പ് നക്ഷത്രം. G5v എന്ന സ്പെക്ട്രൽ ക്ലാസ്സിലാണ് ഈ നക്ഷത്രത്തെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സൂര്യൻ്റെ അതേ തരത്തിലുള്ള റേഡിയേഷനും എനർജിയും ഇതിനുണ്ട്. G5v എന്ന് പറയുന്നത് എന്താണ്? നക്ഷത്രങ്ങളെ എല്ലാം അവയുടെ താപനിലയുടെ അടിസ്ഥാനത്തിൽ, അതായത് താപനില കൂടിയവ മുതൽ കുറഞ്ഞവ വരെ പല ക്ലാസ്സുകളായി തിരിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ O, B, A, F, G, K, M
എന്നീ അക്ഷരങ്ങളാണ് അവയെ തരംതിരിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത്. O ക്ലാസ്സിൽ ഏറ്റവും താപനില കൂടിയവയും M ക്ലാസ്സിൽ താപനില കുറഞ്ഞവയുമാണുള്ളത്. കൂടാതെ ഓരോ ക്ലാസ്സിലും ആ ക്ലാസ്സിലെ താപനില കൂടിയവ മുതൽ കുറഞ്ഞവ വരെ വീണ്ടും 10 സബ് ക്ലാസ്സുകളായും തിരിച്ചിട്ടുണ്ട്. താപനിലയുടെ വ്യത്യാസമനുസരിച്ച് ഓരോ ക്ലാസ്സിലും ഉൾക്കൊള്ളുന്ന നക്ഷത്രങ്ങൾക്ക് നിറങ്ങൾ പലതായിരിക്കും. താപനില ഏറ്റവും കൂടിയ നക്ഷത്രങ്ങളിൽ നിന്നും നീല നിറത്തോടു കൂടിയ പ്രകാശമാണ് പുറത്തു വരുന്നത്. അത്തരം നക്ഷത്രങ്ങൾ നീല നക്ഷത്രങ്ങളായിരിക്കും. എന്നാൽ താപനില ഏറ്റവും കുറവുള്ള നക്ഷത്രങ്ങളിൽ നിന്നും ചുവന്ന പ്രകാശമാണ് പുറത്തു വരുന്നത്. അവ ചുവന്ന നക്ഷത്രങ്ങളുമായിരിക്കും. ഇവയിൽ G ക്ലാസ്സിൽ ഉൾക്കൊള്ളുന്ന G2V നക്ഷത്രമാണ് നമ്മുടെ സൂര്യൻ. ഇതേ സ്പെക്ട്രൽ ക്ലാസ്സിൽ തന്നെ ഉൾക്കൊള്ളുന്ന നക്ഷത്രമാണ് കെപ്ലർ 22. ഏകദേശം 5800 കെൽവിൻ ഉപരിതല താപനിലയുള്ള ഒരു മഞ്ഞ നക്ഷത്രത്തെ സൂചിപ്പിക്കുന്ന സ്പെക്ട്രൽ തരത്തെയാണ് G2 എന്ന് പറയുന്നത്. അകക്കാമ്പിൽ ഹൈഡ്രജൻ സജീവമായി ഹീലിയമായി മാറിക്കൊണ്ടിരിക്കുന്ന മുഖ്യധാര നക്ഷത്രത്തെയാണ് V എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. കെപ്ലർ 22 സൂര്യനെ പോലുള്ളൊരു നക്ഷത്രമാണ് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. എന്നാൽ യഥാർത്ഥത്തിൽ ഈ നക്ഷത്രം സൂര്യനേക്കാൾ ഒരല്പം ചെറുതും അല്പം മാത്രം മാസും പ്രകാശവും കുറഞ്ഞ നക്ഷത്രമാണ്. അതായത് സൂര്യനേക്കാൾ 3% മാത്രം മാസ് കുറഞ്ഞ 0.97 സോളാർ മാസ് ഉള്ളതും സൂര്യനേക്കാൾ 2% മാത്രം വലിപ്പം കുറഞ്ഞ 0.979 സോളാർ റേഡിയസ് ഉള്ളതുമായ നക്ഷത്രമാണ്. ഇതിൽ നിന്നും പുറത്തു വരുന്ന താപനില 5518 കെൽവിനാണ്. സൂര്യനിൽ നിന്നും പുറത്തു വരുന്ന പ്രകാശത്തിൻ്റെ 79% പ്രകാശവും ഈ നക്ഷത്രം പുറപ്പെടുവിക്കുന്നുണ്ട്. ഈ നക്ഷത്രത്തിൻ്റെ വാസയോഗ്യമായ മേഖല അഥവാ ഹാബിറ്റബിൾ സോണിലൂടെ നക്ഷത്രത്തെ വലം വയ്ക്കുന്ന ഗ്രഹമാണ് കെപ്ലർ 22b. നക്ഷത്രത്തിൻ്റെ അധികം അടുത്തോ അധികം അകലെയോ അല്ലാതെ നക്ഷത്രത്തിൽ നിന്നും മിതമായ ചൂടും തണുപ്പും ലഭിക്കുന്ന സൂര്യനിൽ നിന്നും ഭൂമി സ്ഥിതി ചെയ്യുന്ന അതേ പ്രദേശത്ത് തന്നെയാണ് കെപ്ലർ 22bയും സ്ഥിതി ചെയ്യുന്നത്. കെപ്ലർ സ്പേസ് ടെലസ്കോപ്പ് ട്രാൻസിറ്റ് മെത്തേഡിലൂടെയാണ് ഈ ഗ്രഹത്തെ കണ്ടെത്തിയത്. നമ്മിൽ നിന്നും അനേകം പ്രകാശവർഷങ്ങൾക്കപ്പുറം സ്ഥിതി ചെയ്യുന്ന അന്യഗ്രഹങ്ങളെ കണ്ടെത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന പ്രധാന മെത്തേഡാണ് ട്രാൻസിറ്റ് മെത്തേഡ്. മാസങ്ങളോ വർഷങ്ങളോ ഒരു നക്ഷത്രത്തെ തന്നെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ പ്രകാശം കൃത്യമായ ഇടവേളകളിൽ മങ്ങിപ്പോവുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഒരു ഗ്രഹം ആ നക്ഷത്രത്തെ വലം വയ്ക്കുന്നുണ്ട് എന്നാണ്. ആ നക്ഷത്രത്തിൻ്റെ പ്രകാശ തീവ്രത കുറയുന്നതിനനുസരിച്ച് ആ ഗ്രഹത്തിൻ്റെ സ്ഥാനവും വലിപ്പവും നമുക്ക് നിർണ്ണയിക്കുവാൻ സാധിക്കും. വലിയ തോതിൽ പ്രകാശം കുറയുകയാണെങ്കിൽ ആ ഗ്രഹം വലുതായിരിക്കും എന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഈ മങ്ങൽ വളരെ പെട്ടെന്ന് തന്നെ മാറുകയാണെങ്കിൽ ഗ്രഹം നക്ഷത്രത്തിൻ്റെ തൊട്ടടുത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്നും മനസ്സിലാക്കാം. ഈ മെത്തേഡ് ഉപയോഗിച്ചാണ് കൂടുതൽ അന്യഗ്രഹങ്ങളെയും നമ്മൾ കണ്ടെത്തിയിട്ടുള്ളതും അവയെക്കുറിച്ച് കൂടുതൽ പഠിച്ചിട്ടുള്ളതും. വലിപ്പം, സാന്ദ്രത, ഉപരിതല താപനില എന്നിങ്ങനെ നിരവധി ഘടകങ്ങളെ അടിസ്ഥാനമാക്കി ഒരു ഗ്രഹം ഭൂമിയുമായി എത്രമാത്രം സാമ്യമുണ്ട് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള അളവുകോലാണ് എർത്ത് സിമുലാരിറ്റി ഇൻഡെക്സ് എന്ന ESI വാല്യൂ. കെപ്ലർ 27bയുടെ ESI വാല്യൂ 0.71 ആണ്. അതായത് ഈ ഗ്രഹത്തിന് ഭൂമിയുമായി 71% സാമ്യമുണ്ട്. കെപ്ലർ 22b എന്ന ഗ്രഹം അതിൻ്റെ നക്ഷത്രത്തിൽ നിന്നും ഭൂമി സൂര്യനിൽ നിന്നും സ്ഥിതി ചെയ്യുന്ന ദൂരത്തിൻ്റെ 15% സമീപത്തുകൂടെയാണ് നക്ഷത്രത്തെ പരിക്രമണം ചെയ്യുന്നത്. സൂര്യനിൽ നിന്നും പുറപ്പെടുന്ന പ്രകാശത്തിൻ്റെ 79% പ്രകാശം പുറപ്പെടുവിക്കുന്ന കെപ്ലർ 22 എന്ന നക്ഷത്രത്തിൽ നിന്നും ഇതേ ദൂരത്തിലൂടെ പരിക്രമണം ചെയ്താലും സൂര്യനിൽ നിന്നും ഭൂമിക്ക് ലഭിക്കുന്ന താപനില തന്നെയാണ് കെപ്ലർ 22b എന്ന ഗ്രഹത്തിനും നക്ഷത്രത്തിൽ നിന്നും ലഭിക്കുന്നത്. നമ്മുടെ ഭൂമിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഈ ഗ്രഹം ഒരു സൂപ്പർ എർത്ത് ഗ്രഹമാണ്. അതായത് ഭൂമിയുടെ 10 മുതൽ 15 മടങ്ങ് വരെ മാസ് കൂടുതലുള്ള ഗ്രഹം. ഈ ഗ്രഹത്തിന് നമ്മുടെ ഭൂമിയുടെ 2.4 മടങ്ങ് വലിപ്പം കൂടുതലുണ്ട്. ഒരു തവണ പൂർണ്ണമായും നക്ഷത്രത്തെ പരിക്രമണം ചെയ്തു തീർക്കുന്നതിന് കെപ്ലർ 22bക്ക് വേണ്ടി വരിക ഭൂമിയിലെ 290 ദിവസങ്ങളാണ്. അതായത് കെപ്ലർ 22bയിലെ ഒരു വർഷം എന്നത് നമ്മുടെ 290 ദിവസങ്ങളാണ്. സൂര്യൻ്റെ 79% പ്രകാശം പുറപ്പെടുവിക്കുന്ന നക്ഷത്രത്തിൽ നിന്നും കെപ്ലർ 22bക്ക് ലഭിക്കുന്ന ശരാശരി താപനില 15 ഡിഗ്രി സെൽഷ്യസ് മുതൽ 22 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. അതായത് ഭൂമിയിലെ വസന്തകാലത്ത് അനുഭവപ്പെടുന്ന അതേ താപനില. ഗ്രഹത്തിൻ്റെ ഭ്രമണപഥത്തിൻ്റെ നിലവിൽ ലഭ്യമായ പാരാമീറ്ററുകൾ അതിൻ്റെ 290 എന്ന പരിക്രമണ കാലഘട്ടവും 90 ഡിഗ്രി എന്ന അതിൻ്റെ ചെരിവുമാണ്.
ഭൂമിയിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ ഗ്രഹം അതിൻ്റെ ആതിഥേയ നക്ഷത്രത്തിൻ്റെ ഡിസ്കിലൂടെ സഞ്ചരിക്കുന്നതായിട്ടാണ് നമുക്ക് തോന്നുക. ദീർഘവൃത്താകൃതിയായ ഭ്രമണപഥത്തിലാണ് കെപ്ലർ 22b സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ താപനില മാറിക്കൊണ്ടേയിരിക്കും. ഗ്രഹത്തിൻ്റെ മേൽഭാഗം മുഴുവനും നീരാവി, കനം കൂടിയ അന്തരീക്ഷം, സമുദ്രജലം എന്നിവ കൊണ്ട് മൂടപ്പെട്ടിരിക്കുകയാണ്. ഭൂമിയിലേതുപോലെ കരഭാഗമുള്ള ഭൂഖണ്ഡങ്ങൾ ഒന്നുമില്ല. മുഴുവനും സമുദ്രജലം മാത്രം. കെപ്ലർ 22bയുടെ ഡെൻസിറ്റി എത്രയാണ് എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിച്ചിട്ടേയില്ല. പക്ഷേ ഗ്രഹത്തിൻ്റെ വലിപ്പം, നക്ഷത്രത്തിൽ നിന്നുമുള്ള ദൂരം, താപനില എന്നിവ പരിഗണിക്കുമ്പോൾ ഭൂമിയേക്കാളും വലിപ്പം കൂടിയതും നെപ്റ്റ്യൂണിനേക്കാളും വലിപ്പം കുറഞ്ഞതുമായ ഒരു സൂപ്പർ എർത്ത് ഗ്രഹമാണെന്നും ഉപരിതലം മുഴുവൻ സമുദ്രത്താൽ നിറഞ്ഞു കിടക്കുന്ന ഓഷ്യൻ പ്ലാനറ്റാണ് എന്നുമാണ് മനസ്സിലാകുന്നത്. കൂടാതെ ഗ്രഹം നക്ഷത്രവുമായി ടൈഡലി ലോക്ക്ഡ് ആകാനുള്ള സാധ്യതകളാണ് വളരെയേറെ കൂടുതൽ. അതായത് ഗ്രഹത്തിൻ്റെ ഒരു വശം എപ്പോഴും നക്ഷത്രത്തിന് അഭിമുഖമായിരിക്കും, മറുവശത്ത് എപ്പോഴും നിത്യമായ അന്ധകാരവുമായിരിക്കും. നക്ഷത്രത്തിനോട് അഭിമുഖമായിരിക്കുന്ന വശത്തിലെ താപനില നീളമേറിയ ഭ്രമണപഥത്തിലെ സഞ്ചാരം മൂലം നിരന്തരം മാറിക്കൊണ്ടേയിരിക്കും. കെപ്ലർ 22bയിലെ ഏറ്റവും കൗതുകകരമായ സ്ഥലം ടെർമിനേറ്റർ സോണാണ്. ഗ്രഹത്തിൻ്റെ പ്രകാശമുള്ള വശവും ഇരുണ്ട വശവും കൂടിച്ചേരുന്ന മേഖലയാണിത്. ഇത് ജീവനേറ്റവും സുഖകരമായ പ്രദേശമായിരിക്കും എന്നാണ് ഗവേഷകർ വിശ്വസിക്കുന്നത്. ടെർമിനേറ്റർ സോണിലെ താപനില ഉപരിതലത്തിൽ ദ്രാവകജലം നിലനിൽക്കുവാൻ കഴിയുന്ന അത്രത്തോളം സ്ഥിരതയുള്ളതാണ്. അന്തരീക്ഷത്തിലെ ചൂടും തണുപ്പും സന്തുലിതമാകുന്നതിനാൽ ഇവിടെ ജലം ദ്രാവകാവസ്ഥയിൽ തുടരും. പ്രകാശമുള്ള വശത്തു നിന്നുമുള്ള തീവ്രമായ ബാഷ്പീകരണവും ഇരുണ്ട ഭാഗത്തു നിന്നുമുള്ള തണുപ്പും ഈ പ്രദേശത്തുള്ള നദികളിലും തടാകങ്ങളിലും സമുദ്രങ്ങളിലുമെല്ലാം ജീവൻ തഴച്ചു വളരുവാൻ കഴിയുന്ന ഒരു പ്രത്യേക കാലാവസ്ഥ സൃഷ്ടിക്കുന്നു. സങ്കീർണമായ ജീവനുകളുടെ ആവാസ വ്യവസ്ഥയെ നിലനിർത്തുവാൻ ഏറ്റവും അനുയോജ്യമായ പ്രദേശം ഈ ടെർമിനേറ്റർ സോൺ തന്നെയാണ്. ഭൂമിയേക്കാൾ വലിപ്പം കൂടുതലുള്ള ഈ ഗ്രഹത്തിലെ ഗുരുത്വാകർഷണ ബലവും ഭൂമിയേക്കാളും ഒരുപാട് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഗ്രഹത്തിൽ ഇന്ന് ജീവജാലങ്ങൾ ഉണ്ടെങ്കിൽ അവയുടെ ആകൃതിയും ചലനശേഷിയുമെല്ലാം നമ്മിൽ നിന്നുമെല്ലാം വളരെയേറെ വിഭിന്നമായിരിക്കും. കെപ്ലർ 22b എന്ന ഈ ഗ്രഹം മനുഷ്യർക്ക് സുഗമമായി വസിക്കുവാൻ സാധിക്കുന്ന ഒരു ലോകമാണോ എന്ന് നമുക്കറിയില്ല. എന്നാൽ ഇതുപോലുള്ള ഗ്രഹങ്ങളെക്കുറിച്ച് പഠിക്കുന്നതും അവയെ കണ്ടെത്തുന്നതും ഭൂമിക്ക് പുറത്ത് ജീവൻ നിലനിൽക്കുന്നുണ്ടോ എന്ന ആഴത്തിലുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള വലിയ ശ്രമങ്ങളാണ്. ഈ പരിശ്രമങ്ങൾക്കിടയിൽ 2014 ഒരു അത്ഭുത ഗ്രഹത്തെ കണ്ടെത്തി, ഗ്ലീസെ 832c. ഭൂമിക്ക് പുറത്ത് ജീവൻ നിലനിൽക്കുവാൻ ഏറ്റവും കൂടുതൽ സാധ്യതകളുള്ള ഗ്രഹങ്ങളിൽ പ്രധാനിയാണ് ഈ ഗ്രഹം. മറ്റൊരു ഭൂമി എന്ന് വിശേഷിപ്പിക്കുവാൻ സാധിക്കുന്ന ഈ ലോകത്തിലെ സവിശേഷതകൾ നമുക്ക് വിശദമായി തന്നെ കാണാം. സൂര്യനിൽ നിന്നും വെറും 16 പ്രകാശവർഷങ്ങൾ മാത്രം അകലെ സ്ഥിതി ചെയ്യുന്ന ഗ്രൂസ് നക്ഷത്ര രാശിയിൽ ഗ്ലീസെ 832 എന്ന ഒരു നക്ഷത്രമുണ്ട്. ഗ്ലീസെ 832 വളരെയേറെ മങ്ങിയ ഒരു ചുവന്ന റെഡ് ഡ്വാർഫ് നക്ഷത്രമാണ്. സൂര്യൻ്റെ പ്രകാശത്തിൻ്റെ വെറും 7% മാത്രമേ ഇതിന് പ്രകാശമുള്ളൂ. സൂര്യനേക്കാളും ഏകദേശം 2 മടങ്ങിലും കൂടുതൽ ചെറുതാണ്. അത്രത്തോളം കുറവാണ് ഇതിൻ്റെ ഭാരവും. നക്ഷത്രത്തിൻ്റെ താപനില സാധാരണ റെഡ് ഡ്വാർഫ് നക്ഷത്രങ്ങളെ പോലെ തന്നെ ഏകദേശം 3300 കെൽവിനാണ്. അതുകൊണ്ട് തന്നെ ജീവിക്കാൻ കഴിയുന്ന, അതായത് ഹാബിറ്റബിൾ മേഖല നക്ഷത്രത്തിൻ്റെ വളരെയേറെ അടുത്താണ്. ടൈഡൽ ഫോഴ്സുകൾ കാരണം ഈ മേഖലയിലുള്ള ഗ്രഹങ്ങൾ എല്ലായ്പ്പോഴും ഒരേ വശം മാത്രമേ നക്ഷത്രത്തിലേക്ക് തിരിക്കുന്നുള്ളൂ. നമ്മുടെ ചന്ദ്രനും ഭൂമിയും പോലെയും ബുധനും സൂര്യനും പോലെയും. ഗ്ലീസെ 832 എന്ന ഈ കുള്ളൻ നക്ഷത്രത്തെ വലം വെച്ചുകൊണ്ടിരിക്കുന്ന 2 ഗ്രഹങ്ങളെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. 2008 ആദ്യമായി നക്ഷത്രത്തെ വലം വയ്ക്കുന്ന ഒരു ഗ്രഹത്തെ കണ്ടെത്തുന്നത്, ഗ്ലീസെ 832b. നമ്മുടെ ജൂപ്പിറ്ററിൻ്റെ ഭാരത്തിൻ്റെ 2/3 ഇതിൻ്റെ ഭാരം. നക്ഷത്രത്തിൽ നിന്നും ഏകദേശം 3.4 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് അകലത്തിലൂടെയാണ് ഈ ഗ്രഹം നക്ഷത്രത്തെ ഭ്രമണം ചെയ്യുന്നത്. ഒരു തവണ നക്ഷത്രത്തെ വലം വെച്ച് വരുവാൻ ഗ്രഹത്തിന് ഭൂമിയിലെ ഏകദേശം 10.5 വർഷത്തോളം സമയമെടുക്കും. രണ്ടാമത്തെ ഗ്രഹമായ ഗ്ലീസെ 832c 2015 റോബർട്ട് വിറ്റൻമയർ നേതൃത്വത്തിലുള്ള അന്താരാഷ്ട്ര ശാസ്ത്ര സംഘം കണ്ടെത്തി. ഭൂമിയോട് 81% സാമ്യമുള്ളതിനാൽ ഈ ഗ്രഹത്തെ രണ്ടാമത്തെ ഭൂമി എന്നാണ് അന്ന് വിളിച്ചത്.
പക്ഷേ ഭൗതികപരമായി ഭൂമിയുമായി പൂർണ്ണമായും സാമ്യമില്ല. ഗ്ലീസെ 832Cയുടെ ഭാരം ഭൂമിയുടെ 5 മടങ്ങാണ്. നക്ഷത്രത്തിൻ്റെ വളരെ അടുത്തുള്ള ഹാബിറ്റബിൾ സോണിലാണ് ഈ ഗ്രഹം സ്ഥിതി ചെയ്യുന്നത്. നക്ഷത്രത്തിൽ നിന്നും വെറും 0.16 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് അകലത്തിൽ. ഇത്ര ദൂരത്തിലൂടെ ഒരു തവണ നക്ഷത്രത്തെ വലം വെച്ച് തീർക്കുവാൻ 35 ഭൗമദിനങ്ങൾ വേണ്ടിവരും ഗ്രഹത്തിന്. ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലത്തിൻ്റെ വെറും 1/6 ദൂരം മാത്രം. ഉയർന്ന ഭ്രമണ വികേന്ദ്രീകൃത മൂലം ഇത് ജീവിക്കാൻ കഴിയുന്ന മേഖല അഥവാ ഹാബിറ്റബിൾ സോണിൽ നിന്നും പുറത്തേക്കും അകത്തേക്കും സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിനാൽ തന്നെ ഭീകരമായ താപനില മാറ്റങ്ങൾ ഇതിലുണ്ടാകും. ഏകദേശം സൂര്യനിൽ നിന്നും ഭൂമിക്ക് ലഭിക്കുന്ന ഊർജത്തിൻ്റെ അളവ് തന്നെയാണ് ഗ്രഹത്തിന് നക്ഷത്രത്തിൽ നിന്നും ലഭിക്കുന്നത്. ശരാശരി ഉപരിതല താപനില -20 ഡിഗ്രി സെൽഷ്യസ് ആണ്. പക്ഷേ സാന്ദ്രമായ അന്തരീക്ഷമുണ്ടായാൽ താപനില ഇതിലും കൂടും. ഒരു വശം എല്ലായ്പ്പോഴും നക്ഷത്രത്തിലേക്ക് തിരിഞ്ഞതിനാൽ പ്രകാശവശവും ഇരുണ്ട വശവും വലിയ താപവ്യത്യാസമുണ്ടാകും. ഇത് സാന്ദ്രമായ അന്തരീക്ഷത്തിൽ ഭീകരമായ കാറ്റുകൾക്ക് കാരണമാകും. 2017 US-ലെ ടെക്സസ് സർവകലാശാലയിലെ ജ്യോതിശാസ്ത്രജ്ഞന്മാർ മൂന്നാമതൊരു ഗ്രഹം കൂടിയുണ്ട് എന്ന് പറഞ്ഞു. 1 മുതൽ 15 ഇരട്ടിയോളം ഭൂമിയുടെ ഭാരമുള്ളതും 0.25 മുതൽ 2 ആസ്ട്രോണമിക്കൽ ദൂരത്തിലുള്ള ഭ്രമണപഥത്തിൽ സ്ഥിതി ചെയ്യുന്നതുമായ ഗ്രഹം. എന്നാൽ അവർക്ക് ഈയൊരു ഗ്രഹത്തിൻ്റെ നിലനിൽപ്പിനെ വ്യക്തമായി തെളിയിക്കുവാൻ സാധിച്ചില്ല. ജീവൻ നിലനിൽക്കുവാൻ ഏറെ സാധ്യതകളുണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുന്ന ഗ്ലീസെ 832C എന്ന ഗ്രഹത്തിൽ ജീവനുണ്ടെങ്കിൽ അതെങ്ങനെയായിരിക്കും? ഉയർന്ന ഗുരുത്വാകർഷണ ബലമാണ് ഗ്രഹത്തിനുള്ളത്. ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തിൻ്റെ 200% മുതൽ 400% വരെയാണ് ഈ ഗ്രഹത്തിലെ ഗുരുത്വാകർഷണ ബലം. അതുകൊണ്ട് തന്നെ ഗ്രഹത്തിലെ മലകൾക്ക് ഉയരമുണ്ടാകില്ല, സമുദ്രങ്ങൾക്ക് ആഴവും ഉണ്ടാകില്ല. ഇത് ചൂടുള്ള വെള്ളത്തിൻ്റെ വിസ്തീർണം കൂട്ടും. അതായത് ജീവജാലങ്ങൾക്ക് ജീവിക്കുവാൻ അനുകൂലമായ അന്തരീക്ഷം. ഗ്രഹത്തിൻ്റെ സാന്ദ്രമായ അന്തരീക്ഷവും വളരെയേറെ മങ്ങിയ ചുവന്ന സൂര്യനും ഗ്രഹത്തിൻ്റെ ഉപരിതലത്തെ ചുവന്ന നിറത്തിലും പകുതി അന്ധകാരം നിറഞ്ഞതുമാക്കും. എല്ലായ്പ്പോഴും ഒരേ വശം നക്ഷത്രത്തിലേക്ക് തിരിഞ്ഞിരിക്കുന്നതിനാൽ പ്രകാശവശം ചൂടുള്ളതായിരിക്കും, ഇരുണ്ട വശം നല്ല തണുപ്പുള്ളതുമായിരിക്കും. ഇരുവശങ്ങളുടെയും അതിർത്തി മേഖലകളിൽ ചൂടും തണുപ്പും ഇടകലർന്നു വരുന്നത് കൊണ്ട് താപനില വളരെ സുഗമമായിരിക്കും. ഒരു വശത്തെ ചൂടും മറുവശത്തെ തണുപ്പും മൂലം ശക്തമായ കാറ്റു വീശിയടിച്ചുകൊണ്ടേയിരിക്കും. വളരെ വികേന്ദ്രീകൃതമായ ഭ്രമണവും ചെറിയ ഭ്രമണപഥവും മൂലം ഓരോ ആഴ്ചയും ഗ്രഹത്തിലെ കാലാവസ്ഥ മാറിക്കൊണ്ടേയിരിക്കും. ഭൂമിയിലേതുപോലെ അച്ചുതണ്ടിൻ്റെ ചെരിവ് കാലാവസ്ഥയെ ബാധിക്കില്ല. കാലാവസ്ഥാ മാറ്റം സംഭവിക്കുന്നത് ഗ്രഹം നക്ഷത്രത്തിൻ്റെ അടുത്തോ ദൂരത്തിലൂടെയാണോ സഞ്ചരിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചാണ്. ജീവിക്കുവാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലം വെളിച്ചവും ഇരുട്ടും തമ്മിലുള്ള അതിർത്തിയിലെ വലിയ പ്രദേശമാണ്. ഈ പ്രദേശത്ത് മേഘങ്ങളിൽ നിന്ന് മഴ പെയ്യുകയും ഇരുണ്ട വശത്തിലെ മഞ്ഞുരുകലിൽ നിന്നും വെള്ളം ലഭിക്കുകയും ചെയ്യും. സമുദ്രം ഉയർന്ന ഗുരുത്വാകർഷണ ബലത്തെ കുറയ്ക്കുകയും കാറ്റും താപമാറ്റവും തടയുകയും ചെയ്യും. ജീവജാലങ്ങളാണെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനങ്ങളിൽ അനിയോസിസ് അഥവാ നിഷ്ക്രിയാവസ്ഥ സ്വീകരിക്കുകയോ അല്ലെങ്കിൽ ചൂടുള്ള വശത്ത് നിന്ന് തണുത്ത വശത്തേക്ക് കുടിയേറുകയോ ചെയ്യും. നമ്മൾ വിക്ഷേപിക്കുന്ന സ്പേസ് പ്രോബ് ഒരിക്കൽ ഗ്ലീസെ 832Cയിൽ ഇറങ്ങുകയാണെങ്കിൽ ഉയർന്ന ഗുരുത്വാകർഷണ ബലത്തിൽ വളരെ കട്ടിയുള്ള ശരീരവും ശക്തമായ അസ്ഥികളും മസിലുകളുമുള്ള ജീവജാലങ്ങളെ കാണുവാൻ സാധിക്കും. സസ്യങ്ങൾക്ക് ഇരുണ്ട നിറമായിരിക്കും. കറുത്ത നിറം പ്രകാശത്തെ ആഗിരണം ചെയ്യും എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഇരുണ്ട നിറം വെളിച്ചത്തെ പരമാവധി പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ്. വളരെ താഴ്ചയിലേക്ക് വളർന്ന ശക്തമായ വേരുകളും കാറ്റിനെ പ്രതിരോധിക്കാനുള്ള ശക്തിയും അവയ്ക്കുണ്ടാകും. കരയിലും ജലത്തിലും മാത്രമല്ല, സാന്ദ്രമായ അന്തരീക്ഷത്തിൽ വായുവിൽ ഒഴുകി നടക്കുന്ന ജീവജാലങ്ങളും ഏകകോശ ജീവികളും വായുപ്രവാഹങ്ങളിലൂടെ സഞ്ചരിക്കും. വളരെയേറെ മങ്ങിയ സൂര്യനും ഉയർന്ന മേഘങ്ങളും ഉള്ളതിനാൽ ഉപരിതലം മുഴുവൻ ഇരുണ്ടതായിരിക്കും. പ്രകാശത്തെ കാണുന്നതിന് പകരം ഇൻഫ്രാറെഡ് പരിധിയിലുള്ള തിരിച്ചറിവിനായിരിക്കും ഇവിടെ പ്രാധാന്യം. ഒരു വശത്ത് ശാശ്വതമായ പകൽ, മറുവശത്ത് ശാശ്വതമായ രാത്രി. ഇവയുടെ അതിർത്തി പ്രദേശത്ത് ജീവൻ നിലനിൽക്കാനുള്ള സാധ്യത. ഗ്ലീസെ 832C ഇത് മനുഷ്യർക്കുള്ള അടുത്ത വീടാകുമോ?
അല്ലെങ്കിൽ നമ്മളുടെ സ്വപ്നങ്ങളിൽ മാത്രം നിലനിൽക്കുന്ന രണ്ടാമത്തെ ഭൂമി മാത്രമായിരിക്കുമോ? ശാസ്ത്രം നമ്മെ ഉത്തരങ്ങളിലേക്ക് നയിക്കുന്നു. പക്ഷേ ഓരോ കണ്ടെത്തലും പുതിയ പുതിയ ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ടേയിരിക്കുന്നു. ആകാശത്തിൻ്റെ ആഴങ്ങളിൽ ഇനിയും എത്ര ലോകങ്ങൾ നമ്മെയും കാത്തിരിക്കുന്നു? നിങ്ങൾക്ക് എന്തു തോന്നുന്നു? ഈ ഗ്രഹത്തിൽ ജീവനുണ്ടാകുമോ? ഭൂമിയിൽ നിന്നും ഏകദേശം 20 പ്രകാശവർഷങ്ങൾക്കകലെ, അതായത് 6.3 പാർസക് അകലെ, ലിബ്ര നക്ഷത്ര സമൂഹത്തിനുള്ളിൽ ഒരു വിചിത്രമായ ഗ്രഹവ്യവസ്ഥയുണ്ട്. അറിയപ്പെടുന്നതിൽ വെച്ച് ഏറ്റവും പഴക്കമേറിയതും അത്ര സജീവമല്ലാത്തതുമായ എം കുള്ളന്മാരിൽ ഒന്നായ സ്പെക്ട്രൽ ക്ലാസ് M3Vയിൽ ഉൾക്കൊള്ളുന്ന ഗ്ലീസെ 581 എന്നറിയപ്പെടുന്ന ചുവന്ന കുള്ളൻ നക്ഷത്രമാണ് അവിടെയുള്ളത്. പ്രപഞ്ചത്തിലുള്ള മറ്റു തരം നക്ഷത്രങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വലിപ്പവും മാസും പ്രകാശ തീവ്രതയും താപനിലയുമെല്ലാം വളരെയേറെ കുറഞ്ഞ നക്ഷത്രങ്ങളാണ് ഈ റെഡ് ഡ്വാർഫ് നക്ഷത്രങ്ങൾ. ലിബ്ര നക്ഷത്ര സമൂഹത്തിലെ ഏറ്റവും തിളക്കമുള്ള നക്ഷത്രമായ ബീറ്റ ലിബ്രയ്ക്ക് ഏകദേശം 2 ഡിഗ്രി വടക്കായിട്ടാണ് ഈ നക്ഷത്രം സ്ഥിതി ചെയ്യുന്നത്. ഗ്ലീസെ 581 പോലുള്ള ഒരു M ക്ലാസ് കുള്ളൻ നക്ഷത്രത്തിന് സൂര്യനേക്കാൾ വളരെയേറെ കുറഞ്ഞ പിണ്ഡമാണുള്ളത്. ഇത് നക്ഷത്രത്തിൻ്റെ കാമ്പ് മേഖലയിൽ ഗണ്യമായ കുറഞ്ഞ നിരക്കിൽ ഹൈഡ്രജൻ സംയോജിക്കാൻ കാരണമാകുന്നു. ചൂട് കുറഞ്ഞ ഈ നക്ഷത്രം നിയർ ഇൻഫ്രാറെഡിലുള്ള വികിരണങ്ങളാണ് പുറപ്പെടുവിക്കുന്നത്. സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന 101ാമത്തെ നക്ഷത്രമാണിത്. സൂര്യനുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഗ്ലീസെ 581 എന്ന നക്ഷത്രത്തിന് സൂര്യൻ്റെ 1/3 മാസ് മാത്രമേ ഉള്ളൂ. താപനില സാധാരണ റെഡ് ഡ്വാർഫ് നക്ഷത്രങ്ങളെ പോലെ തന്നെ സൂര്യനേക്കാളും ഒരുപാട് കുറഞ്ഞ് 3200 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഈ നക്ഷത്രത്തിൽ നിന്നും പുറപ്പെടുന്ന പ്രകാശം ഏകദേശം സൂര്യൻ്റെ വെളിച്ചത്തിൻ്റെ 1.3% മാത്രമേ ഉള്ളൂ. അത്രമാത്രം മങ്ങിയ നക്ഷത്രമാണ് ഗ്ലീസെ 581. ഈ നക്ഷത്രത്തെ സവിശേഷമാക്കുന്നത് അതിനെ വലം വെച്ചുകൊണ്ടിരിക്കുന്ന ഗ്രഹങ്ങളാണ്. നമ്മുടെ സൗരയൂഥം പോലെ തന്നെ മറ്റൊരു സൗരയൂഥം ഈ നക്ഷത്രത്തിന് ചുറ്റിലുമുണ്ട്. ഗ്ലീസെ 581നെ വലം വെച്ചുകൊണ്ടിരിക്കുന്ന 6 ഗ്രഹങ്ങളുണ്ട് എന്നാണ് കണക്കാക്കുന്നത്. അവയിൽ ഗ്ലീസെ 581E, B, C എന്നീ 3 ഗ്രഹങ്ങളെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇവയെ കൂടാതെ ഗ്ലീസെ 581D, F, G എന്നീ 3 ഗ്രഹങ്ങൾ കൂടിയുണ്ട് എന്നാണ് കണക്കാക്കുന്നത്. അതായത് 8 ഗ്രഹങ്ങളടങ്ങുന്ന നമ്മുടെ സൗരയൂഥത്തോട് ഏറെക്കുറെ സാമ്യമുള്ള മറ്റൊരു സൗരയൂഥം. ഗ്ലീസെ 581 എന്ന ഈ നക്ഷത്രത്തിൻ്റെ തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്നത് ഈ ഗ്രഹവ്യവസ്ഥയിലെ ആദ്യത്തെ ഗ്രഹമാണ്, ഗ്ലീസെ 581E. മറ്റു ഗ്രഹങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഈ ഗ്രഹത്തിനാണ് ഏറ്റവും കുറഞ്ഞ മാസുള്ളത്. ഭൂമിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 2.5 ഭൗമപിണ്ഡമാണ് ഈ ഗ്രഹത്തിനുള്ളത്. ഗ്ലീസെ 581E മാതൃനക്ഷത്രത്തെ വലം വയ്ക്കുന്നത് നക്ഷത്രത്തിൽ നിന്നും വെറും 0.028 ആസ്ട്രോണമിക്കൽ യൂണിറ്റുകൾ അഥവാ 42 ലക്ഷം കിലോമീറ്ററുകൾ മാത്രം അകലത്തിലൂടെയാണ്. ഇത്ര ദൂരത്തിലൂടെ ഒരു തവണ വലം വെച്ച് തീർക്കുവാൻ ഗ്രഹത്തിന് വേണ്ടി വരിക ഭൂമിയിലെ വെറും 3.25 ദിവസങ്ങൾ മാത്രം. നക്ഷത്രത്തിൻ്റെ ഹാബിറ്റബിൾ മേഖലയേക്കാൾ ഒരുപാട് ഉള്ളിലായിട്ടാണ് ഈ ഗ്രഹം നക്ഷത്രത്തെ വലം വയ്ക്കുന്നത്. ഈ ഗ്രഹം നമ്മുടെ ഭൂമിയെപ്പോലെ തന്നെ പാറക്കെട്ടുകൾ നിറഞ്ഞ ഒരു റോക്കി പ്ലാനറ്റാണ്. എന്നാൽ ഗ്രഹത്തിൻ്റെ ഉപരിതലം സൗരയൂഥത്തിലെ നരകം എന്നറിയപ്പെടുന്ന വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ അയോയുടെ ഉപരിതലം പോലെ തന്നെ അതിതീവ്രമായ അവസ്ഥകളുള്ളതായിരിക്കും. ഈ നക്ഷത്രത്തെ വലം വെച്ചുകൊണ്ടിരിക്കുന്ന ആദ്യത്തെ ഗ്രഹത്തെ കണ്ടെത്തിയത് സ്വിറ്റ്സർലൻഡിലെ ജനീവയിലെ ഒബ്സർവേറ്ററിയിലെയും ഫ്രാൻസിലെ ഗ്രനോബിൾ യൂണിവേഴ്സിറ്റിയിലെയും ജ്യോതിശാസ്ത്രജ്ഞന്മാരായിരുന്നു. ആദ്യമായി കണ്ടെത്തിയ ഗ്രഹം ഗ്ലീസെ 581നെ രണ്ടാമതായി വലം വെച്ചുകൊണ്ടിരിക്കുന്ന ഗ്ലീസെ 581b എന്ന ഗ്രഹമാണ്. ഈ ഗ്രഹമാണ് ഈ ഗ്രഹവ്യവസ്ഥയിലെ ഏറ്റവും വലിപ്പം കൂടിയ ഗ്രഹം. നമ്മുടെ ഭൂമിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഗ്ലീസെ 581bയുടെ മാസ് നമ്മുടെ ഭൂമിയുടെ 20 മടങ്ങാണ്. അതായത് നെപ്റ്റ്യൂണിൻ്റെ മാസിന് സമാനം. ഈ ഗ്രഹവും നക്ഷത്രത്തിൻ്റെ തൊട്ട് സമീപത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. നക്ഷത്രത്തിൽ നിന്നും വെറും 0.04 ആസ്ട്രോണമിക്കൽ യൂണിറ്റുകൾ അഥവാ 60 ലക്ഷം കിലോമീറ്ററുകൾ അകലത്തിലൂടെയാണ് ഇത് നക്ഷത്രത്തെ വലം വയ്ക്കുന്നത്. ഇത്ര ദൂരത്തിലൂടെ ഒരു തവണ വലം വെച്ച് തീർക്കുവാൻ ഗ്രഹത്തിന് വേണ്ടി വരിക ഭൂമിയിലെ വെറും 5.37 ദിവസങ്ങൾ മാത്രം. അടുത്തത് ഗ്ലീസെ 581c എന്ന അത്ഭുതകരമായ ലോകമാണ്. 2007 കണ്ടെത്തിയ സമയത്ത്
ഗ്ലീസെ 581c ജ്യോതിശാസ്ത്രജ്ഞന്മാരുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. കാരണം അതിൻ്റെ നക്ഷത്രത്തിൻ്റെ വാസയോഗ്യമായ മേഖല അഥവാ ഹാബിറ്റബിൾ സോണിൽ സ്ഥിതി ചെയ്യുന്ന ഭൂമിയോട് ഏറെ സാമ്യമുള്ള ആദ്യത്തെ ഗ്രഹമായിരുന്നു ഇത്. ഭൂമിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഈ ഗ്രഹത്തിന് ഭൂമിയുടെ മാസിൻ്റെ 6.8 ഇരട്ടിയോളം മാസുണ്ട്. ഭൂമിയേക്കാൾ വലുതും ഭാരം കൂടിയതും പാറക്കെട്ടുകൾ നിറഞ്ഞ റോക്കി പ്ലാനറ്റും ആയതുകൊണ്ട് ഈ ഗ്രഹത്തെ സൂപ്പർ എർത്ത് ഗ്രഹമായിട്ടാണ് കണക്കാക്കുന്നത്. ഭൂമിയേക്കാളും 6.8 ഇരട്ടിയിൽ കൂടുതൽ മാസുണ്ട് എങ്കിലും ഈ ഗ്രഹത്തിൻ്റെ വ്യാസം ഭൂമിയുടെ വ്യാസത്തിൻ്റെ 1.5 മടങ്ങ് മാത്രമേ ഉള്ളൂ. സൗരയൂഥത്തിന് വെളിയിൽ ഇന്നേ വരെ കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും ചെറിയ ഗ്രഹമാണിത്. മാത്രമല്ല മാതൃനക്ഷത്രമായ ഗ്ലീസെ 581ൽ നിന്നും ഏകദേശം 0.073 ആസ്ട്രോണമിക്കൽ യൂണിറ്റുകൾ, അതായത് 1,10,00,000 കിലോമീറ്ററുകൾ അകലത്തിലാണ് ഗ്രഹം സ്ഥിതി ചെയ്യുന്നത്. ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലത്തിൻ്റെ 14 മാത്രം. എന്നാൽ സൂര്യനെ അപേക്ഷിച്ച് വളരെയേറെ മങ്ങിയ നക്ഷത്രമായതുകൊണ്ട് ഗ്രഹത്തിൻ്റെ ഉപരിതല താപനിലയും കുറവാണ്. അവിടെ ജലമുണ്ടെങ്കിൽ തീർച്ചയായും ആ ജലം ഭൂമിയിലേതുപോലെ തന്നെ ദ്രാവക രൂപത്തിലായിരിക്കും കാണപ്പെടുക. ഭൂമിയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി നക്ഷത്രത്തിൽ നിന്നും ചെറിയ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് ഈ ഗ്രഹത്തിൻ്റെ ഒരു വശം എപ്പോഴും പകലും മറുവശം എപ്പോഴും രാത്രിയുമായിരിക്കും. അതായത് ഗ്ലീസെ 581c എന്ന ഗ്രഹം നക്ഷത്രവുമായി ടൈഡലി ലോക്ക്ഡാണ്. നക്ഷത്രത്തിന് അഭിമുഖമായി നിൽക്കുന്ന ഭാഗത്ത് എല്ലാ സമയവും ചൂടായിരിക്കും. ആ പ്രദേശത്തെ താപനില 70 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരും. എന്നാൽ മറുവശത്ത് ഒരിക്കലും സൂര്യപ്രകാശം ലഭിക്കുകയേയില്ല. ഇരുട്ട് മൂടിക്കിടക്കുന്ന ഈ വശത്ത് എപ്പോഴും അത്യധികം തണുപ്പാണ്. ഇവിടെ ജലമുണ്ടെങ്കിൽ അത് തീർച്ചയായും ശീതീകരിച്ച് ഐസായി മാറിയിട്ടുണ്ടാകും. ഈ പ്രദേശത്തെ താപനില എന്നത് -150 ഡിഗ്രി വരെ താഴും. ഗ്രഹത്തിൻ്റെ ഒരു വശത്ത് ഇതുപോലെ ചൂടും മറുവശത്ത് തണുപ്പും നിരന്തരം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ഗ്രഹത്തിൽ എങ്ങനെയായിരിക്കും ജീവൻ നിലനിൽക്കുന്നത്? ഈ ഗ്രഹത്തിൽ വളരെ വിചിത്രമായൊരു പ്രദേശമുണ്ട്, ട്വിലൈറ്റ് സോൺ. ഗ്രഹത്തിൻ്റെ പകൽവശവും രാത്രിവശവും ഒരുമിച്ച് ചേരുന്ന പ്രദേശമാണിത്. ഈ പ്രദേശത്ത് -20 ഡിഗ്രി സെൽഷ്യസ് മുതൽ +20 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് താപനില എന്നാണ് കരുതപ്പെടുന്നത്. ട്വിലൈറ്റ് സോണിലെ താപനില ഉപരിതലത്തിൽ ജലം ദ്രാവക രൂപത്തിൽ നിലനിൽക്കുവാൻ കഴിയുന്ന അത്രത്തോളം സ്ഥിരതയുള്ളതാണ്. അന്തരീക്ഷത്തിൽ ചൂടും തണുപ്പും സന്തുലിതമാകുന്നതിനാൽ ഈ പ്രദേശത്ത് ജലം ദ്രാവക രൂപത്തിൽ തന്നെ തുടരും. പകൽവശത്തു നിന്നുമുള്ള തീവ്രമായ ബാഷ്പീകരണവും രാത്രി ഭാഗത്തു നിന്നുമുള്ള തണുപ്പും ഈ പ്രദേശത്തുള്ള നദികളിലും തടാകങ്ങളിലുമെല്ലാം ജീവന് തഴച്ചു വളരുവാൻ കഴിയുന്ന ഒരു പ്രത്യേക കാലാവസ്ഥ സൃഷ്ടിക്കുന്നു. സങ്കീർണമായ ജീവന്റെ ആവാസ വ്യവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായ പ്രദേശം ഈ ട്വിലൈറ്റ് സോൺ തന്നെയാണ്. 2008 ഒക്ടോബർ മാസം 9-ാം തീയതി ഗ്ലീസെ 581cയിലേക്ക് അയച്ച ഒരു ഉയർന്ന പവർ ഡിജിറ്റൽ റേഡിയോ സിഗ്നലാണ് എ മെസ്സേജ് ഫ്രം എർത്ത് എന്ന AMFE. സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റായ ബിബോയിലെ ഒരു മത്സരത്തിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട 501 സന്ദേശങ്ങൾ അടങ്ങിയ ഒരു ഡിജിറ്റൽ ടൈം ക്യാപ്സ്യൂളാണ് ഈ സിഗ്നൽ. ഉക്രൈനിലെ സ്റ്റേറ്റ് സ്പേസ് ഏജൻസിയുടെ RT-70 റഡാർ ടെലസ്കോപ്പ് ഉപയോഗിച്ചാണ് ഈ സന്ദേശം അയച്ചത്. 2029 തുടക്കത്തിൽ തന്നെ ഈ സന്ദേശം ഗ്രഹത്തിൽ എത്തിച്ചേരും. ഈ ഗ്രഹവ്യവസ്ഥയിൽ സ്ഥിരീകരിക്കാനായിട്ടില്ലാത്ത മറ്റു 3 ഗ്രഹങ്ങൾ കൂടെയുണ്ട്, ഗ്ലീസെ 581G-D-F. ഇവയെ കൂടാതെ ഈ സിസ്റ്റത്തിൻ്റെ പുറമറ്റത്ത് സൗരയൂഥത്തിലുള്ളതിനേക്കാൾ കൂടുതൽ വാൽനക്ഷത്രങ്ങളും ചിഹ്നഗ്രഹങ്ങളും ഉൽക്കകളും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു വലിയ ഡിസ്കുമുണ്ട്. അന്യഗ്രഹ ജീവികൾക്കായുള്ള SCTI, ആക്റ്റീവ് SCTI എന്നീ 2 തിരച്ചിലുകളും ലക്ഷ്യം വയ്ക്കുന്നത് ഗ്ലീസെ 581 എന്ന ഈ സിസ്റ്റം തന്നെയാണ്. 2008 ഈ ഗ്രഹവ്യവസ്ഥ സ്ഥിതി ചെയ്യുന്ന ദിശയിൽ നിന്നും വിശദീകരിക്കാനാകാത്ത ഒരു പ്രകാശ പൾസ് കണ്ടെത്തിയതായി ഒപ്റ്റിക്കൽ SCTI ഉപയോഗിച്ച് രഗ്ബീർ ഫദൽ അവകാശപ്പെട്ടു. ഗ്ലീസെ 581c എന്ന ഈ അത്ഭുത ലോകം മറ്റൊരു ഭൂമി തന്നെ ആയിരിക്കട്ടെ. അവിടെ ജീവജാലങ്ങൾ ഉണ്ടായിരിക്കട്ടെ. നമുക്ക് അവയെല്ലാം കണ്ടെത്താനും സാധിക്കട്ടെ. ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുകൾ കൂടെ ഉണ്ടാകണം. നല്ലൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.